ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലൊരു 2 പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന മാംഗോ ഐസ്ക്രീം ഇല്ലേ, അതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതൊക്കെ മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബീറ്ററിൻ്റെ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ? ഐസ്ക്രീം ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാനിനകത്തേക്ക് നമ്മൾ 1 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു ചെറിയ ബൗളിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അതായത് കലക്കിയെടുക്കണം. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഒഴിക്കാതിരുന്നേ അത് കട്ട പിടിച്ച് പോകും, അതുകൊണ്ടാണ്. അപ്പം കുറച്ച് പാലിനകത്തിട്ട് കലക്കുവാണെങ്കിൽ കട്ടയൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ മിക്സും കൂടെ നമ്മുടെ പാലിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അതിനെ തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത്. കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 to 6 മിനിറ്റ്സിൽ തന്നെ ഇത് നല്ല തിക്ക കൺസിസ്റ്റൻസി ആയി കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേന് നമ്മൾ വാങ്ങി ചൂടാറാൻ വയ്ക്കാം. ചെറുതായിട്ട് കട്ട ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കാനുള്ളതാണ്. പാലിൻ്റെ മിക്സ് ചൂടാറുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. ഞാനിവിടെ 2 നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് 1 കപ്പോളം മാംഗോ പൾപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ മിക്സിക്കകത്താണ് ചെയ്തെടുക്കുന്നത്. അപ്പം വിപ്പിംഗ് ക്രീം മിക്സിക്കകത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറ് ഒരു 4 മണിക്കൂറോളം ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ജാർ ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചെടുക്കാം കേട്ടോ, ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിനകത്താണ് എപ്പോഴും വെക്കേണ്ടത്. അപ്പോൾ ഫ്രീസറിനകത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ, കേക്കോ ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും 4-5 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിനകത്തിനെടുത്ത് ആ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം. പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരുന്ന ഞാൻ വിപ്പിംഗ് ക്രീമിനെ 1 കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഐസ്ക്രീമിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീമിനെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. പൾസ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഇതിനെ വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചില മിക്സിയിൽ ഈ പൾസ് ബട്ടൺ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ചെറിയ സ്പീഡുള്ള ബട്ടണില്ലേ, അതിനകത്ത് ഒരു 30 സെക്കൻഡ് ഇട്ട് ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെയ്യുവാണെങ്കിൽ വിപ്പിംഗ് ക്രീം കറക്റ്റ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു ഫോമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് തിക്കാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേന് നമുക്ക് എടുക്കാം. നമ്മുടെ പാലും പാൽപ്പൊടിയൊക്കെ ഇട്ട് ആ മിക്സ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ജാറ് വലുതായതുകൊണ്ടാണ് ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിടുന്നത്. അപ്പം നിങ്ങളുടെ ജാറ് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ബീറ്ററൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ബീറ്റർ ഉണ്ട്, പക്ഷെ ഞാൻ ബീറ്ററൊക്കെ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സിയിൽ ചെയ്ത് കാണിക്കുന്നത്. കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബീറ്റർ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് ആരും ഐസ്ക്രീം ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ. ഇതുപോലെ നമുക്ക് മിക്സിക്കകത്ത് അടിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ അടിച്ചെടുത്ത മിക്സിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാംഗോ പൾപ്പില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അടിക്കുക. അതുകൊണ്ടാണ് ഒന്ന് നല്ലോണം ആ സ്പൂണിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത് കേട്ടോ. അപ്പോൾ മാംഗോ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു വലിയൊരു ബൗളിനകത്തേക്ക് ഇതിനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് എന്തെങ്കിലും എടുക്കണം. ഗ്ലാസിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ എന്താണെങ്കിലും കുഴപ്പമില്ല. കുറച്ചൊരു അടപ്പുറപ്പുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിനെ മിക്സറിന് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 7-8 മണിക്കൂറെങ്കിലും ഫ്രീസറിനകത്ത് വെക്കണം. അപ്പം ഞാനിവിടെ രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. രാത്രി ഉണ്ടാക്കിയിട്ട് അപ്പം രാവിലെ നമുക്ക് എടുക്കുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസ്ക്രീം ആയി കിട്ടും. അത്
ഫോയിൽ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഒന്ന് വെച്ച ശേഷം നമ്മുടെ ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു 8 hours ഫ്രീസ് ചെയ്തെടുക്കണം. ഞാനിവിടെ രാത്രി ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ എടുത്തത്. രാവിലെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എടുത്തത്. എന്തായാലും നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ സ്കൂപ്പ് ചെയ്യാതെ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് സ്കൂപ്പ് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഉടനെ തന്നെ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറും ഉണ്ട്. ഒരു ഫ്ലേവറും കളേഴ്സും ഒന്നും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാംഗോ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഇപ്പോൾ ഏത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട മാംഗോ കേക്ക് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണണം കേട്ടോ. ഞാൻ ഐ ബട്ടണിലും പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മാംഗോ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.